ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഭാഗവതത്തിലെ വളരെ ശ്രേഷ്ഠമായ ഒരു കഥയാണ് നമ്മൾ പറഞ്ഞത്, നൃഗമോക്ഷം. അതിനുശേഷം ഭഗവാന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇന്ന് നമ്മൾ പറയുന്നത് മറ്റൊരു വിശേഷപ്പെട്ട കഥയാണ് പൗണ്ഡ്രക വധം. പൗണ്ഡ്രക മോക്ഷം എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അങ്ങനെ ഈ നൃഗമോക്ഷത്തിന് ശേഷം ഭഗവാൻ തിരിച്ച് ദ്വാരകയിൽ എത്തിച്ചേർന്നു. അതിനുശേഷം ബലരാമൻ വൃന്ദാവനത്തിലേക്ക് പോകണം എന്ന ഒരു ആഗ്രഹം പറയുകയും അങ്ങനെ 2 മാസം ബലരാമൻ ഗോകുലത്തിൽ ചെന്ന് താമസിക്കുകയും ചെയ്തു. അങ്ങനെ ബലരാമൻ ഗോകുലത്തിൽ താമസിക്കുന്ന ആ കാലയളവിൽ ദ്വാരകയിൽ ഒരു ദൂതൻ വരികയാണ്. ആ ദൂതൻ പൗണ്ഡ്രകൻ എന്ന രാജാവിൻ്റെ ദൂതനാണ്. അദ്ദേഹം ഈ ദൂതൻ കൃഷ്ണനോട് പറയുകയാണ്, അല്ലയോ കൃഷ്ണ, ഞാൻ പൗണ്ഡ്രക രാജാവിൻ്റെ ദൂതുമായി വന്നിരിക്കുകയാണ്. എന്നിട്ട് ദൂത് വായിക്കുകയാണ്, യഥാർത്ഥത്തിൽ ദീനരക്ഷകനായ വാസുദേവൻ നീയല്ല, അത് ഞാനാണ്. നീ വെറുമൊരു പശുപാലകൻ മാത്രമാണ്. വാസുദേവൻ എന്ന കപടനാമം നീ സ്വീകരിച്ചു. എന്നിട്ട് എൻ്റെ ചിഹ്നങ്ങളായ ശ്രീവത്സവും അതുപോലെ തന്നെ ശംഖും ചക്രവും ഗദയും തുടങ്ങിയ ആയുധങ്ങളും സുദർശനവും എല്ലാം നീ ധരിച്ചു നടന്ന് പറ്റിക്കുന്നു ജനങ്ങളെ. അതുകൊണ്ട് അതെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ ഉപേക്ഷിച്ചിട്ട് യഥാർത്ഥ വാസുദേവനായ എൻ്റെ പാദങ്ങളിൽ വീണ് ശരണം പ്രാപിക്കണം. അല്ലാത്ത പക്ഷം വേഗം യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുക. ഒട്ടും വൈകാതെ നിന്നെ ഞാൻ യമലോകത്തേക്ക് പറഞ്ഞയക്കുന്നതാണ്. ഇങ്ങനെ ഒരു സന്ദേശം ആ ദൂതൻ വായിക്കുകയാണ്. ദൂതന്റെ ഇപ്രകാരമുള്ള സന്ദേശവാക്കുകൾ കേട്ടപ്പോൾ ദ്വാരകയിലെ സഭാവാസികളെല്ലാം പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, യുദ്ധം ചെയ്ത് ഞാൻ യമലോകത്തേക്ക് പോയിക്കൊള്ളാം, ഞാൻ അതിന് തയ്യാറാണ്. എന്തായാലും പൗണ്ഡ്രകനോട് വേഗം വന്ന് യുദ്ധം ചെയ്യാൻ പറയൂ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ അങ്ങോട്ടേക്ക് വരാം എന്ന് പറയുന്നു. എന്നിട്ട് അങ്ങനെ പറഞ്ഞ് ദൂതനെ അയക്കുന്നു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ രഥാരൂഢനായി സേനാസമേതം ഇവിടെ എത്തിച്ചേരുന്നു, പൗണ്ഡ്രക രാജധാനിയിൽ എത്തിച്ചേരുന്നു. ബന്ധുവായ കാശി രാജാവും ഒരുമിച്ച് പൗണ്ഡ്രകൻ അണ്ഡകടാഹം കുലുങ്ങുന്ന സൈന്യങ്ങളെയും ശേഖരിച്ച് ആർത്തു വിളിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ തയ്യാറായി വന്നു നിൽക്കുകയായിരുന്നു ആ സമയം. സാത്യകി മുതലായ യോദ്ധാക്കളുടെ ശിക്ഷണത്തിലുള്ള യാദവ സൈന്യത്തിന്റെ മുമ്പിൽ പൗണ്ഡ്രക സൈന്യം നിശേഷം പരാജയപ്പെട്ടു. സേനകൾ നശിച്ചതു കണ്ട് ക്രുദ്ധനായ പൗണ്ഡ്രകൻ തേരിൽ കയറി കൃഷ്ണന്റെ അരികിലേക്ക് എത്തുന്നു. അപ്പോഴാണ് കൃഷ്ണൻ ഈ പൗണ്ഡ്രകന്റെ ശരിയായ രൂപം കാണുന്നത്. അതായത് ലോഹം പഴുപ്പിച്ചിട്ട് നെഞ്ചിൽ കുത്തിയിട്ട് ഒരു അടയാളം ഉണ്ടാക്കിയിരിക്കുന്നു. ആ അടയാളമാണ് ശ്രീവത്സം എന്ന് എല്ലാവരെയും പറഞ്ഞ് ഈ പൗണ്ഡ്രകൻ ധരിപ്പിച്ചിരിക്കുന്നു. രത്നങ്ങൾ കൊണ്ടുള്ള കൃത്രിമ കിരീടത്തെയും അതുപോലെ മകരാകൃതിയിൽ നിർമ്മിച്ച കുണ്ടലത്തെയും നീലച്ചായം പൂശിയ ശരീരത്തെയും കാരിരുമ്പ് കൊണ്ടുണ്ടാക്കിയ സുദർശന ചക്രത്തെയും മഞ്ഞളിൽ മുക്കി നിറം പിടിപ്പിച്ച പീതവസ്ത്രത്തെയും ധരിച്ചുകൊണ്ട് ഒരു കള്ള വാസുദേവന്റെ രൂപത്തിൽ ഈ പൗണ്ഡ്രകൻ എന്ന രാജാവ്, അതായത് മഹാവിഷ്ണുവിന്റെ ചിഹ്നങ്ങളെയും വസ്ത്രത്തെയും ആഭരണങ്ങളെയും എല്ലാം കൃത്രിമമായി ഉണ്ടാക്കി ധരിച്ച്
ഞാനാണ് യഥാർത്ഥ വാസുദേവൻ എന്ന് മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപടവേഷധാരി, അതായത് ഒരു ഫാൻസി ഡ്രസ്സുകാരൻ. അങ്ങനെയുള്ള പൗണ്ഡ്രകനെ കണ്ടതും കൃഷ്ണൻ അറിയാതെ അങ്ങ് ചിരിച്ചുപോയി. ഹേ വാസുദേവ, ഞാൻ അങ്ങയുടെ മുമ്പിൽ ശരണം പ്രാപിക്കണം, എന്നെ അനുഗ്രഹിക്കണം, യമലോകത്തേക്ക് എന്നെ അയക്കാതിരിക്കുവാൻ ദയ ഉണ്ടാകണം. എൻ്റെ കൃത്രിമമായ സുദർശന ചക്രം ഞാനിതാ അങ്ങയുടെ മുമ്പിൽ കാഴ്ചയായി വെക്കുന്നു. അങ്ങയുടെ ശരിയായ സുദർശനം കൊണ്ട് അത് നശിപ്പിച്ചു കളയൂ എന്ന് കൃഷ്ണൻ പറയുകയും എന്നിട്ട് ആ സുദർശന ചക്രം പൗണ്ഡ്രകന്റെ നേർക്ക് അയക്കുകയും ചെയ്തു. സുദർശനം ചീറിപ്പാഞ്ഞടുത്തു വരികയും ഈ പൗണ്ഡ്രകന്റെ കഴുത്തു മുറിച്ച് താഴത്തേക്ക് ഇടുകയും ചെയ്തു. ഹരേ കൃഷ്ണ. വിഷ്ണുവിന്റെ രൂപം ധരിച്ച് വിഷ്ണുവാണെന്ന് ഭാവിച്ച് വിഷ്ണുവായ കൃഷ്ണനാൽ വധിക്കപ്പെട്ടത് കൊണ്ട് പൗണ്ഡ്രകന് മോക്ഷം ലഭിക്കുകയും ചെയ്തു. ഈ സമയം പൗണ്ഡ്രകന്റെ ബന്ധുവും സഹായിയുമായിരുന്ന കാശിരാജാവ്, കാശിരാജാവിന്റെ കഴുത്തും കായാമ്പൂവർണ്ണൻ കാലാസ്ത്രത്താൽ എയ്തു മുറിച്ച് ശിരസ് കാശീപുരത്തിന്റെ ഗോപുരദ്വാരത്തിൽ വീഴ്ത്തുകയും ചെയ്തു. ആ തല, അതായത് കാശിരാജാവിന്റെ തല, കാശിരാജാവിന്റെ പുത്രന്മാരും പത്നിയും വന്ന് കണ്ട് തിരിച്ചറിയുകയും ചെയ്തു. അതായത് ഇവിടെ കൃഷ്ണൻ കാശിരാജാവിനെയും പൗണ്ഡ്രകനെയും വധിച്ചിരിക്കുന്നു, അവർക്ക് മോക്ഷം നൽകുകയും ചെയ്തു. അതിനുശേഷം കൃഷ്ണൻ ദ്വാരകയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അതിനുശേഷം കാശിരാജാവിന്റെ പുത്രൻ സുദക്ഷണൻ സംസ്കാരാദി പിതൃകർമ്മങ്ങളെല്ലാം നിർവഹിച്ചതിനു ശേഷം തൻ്റെ പിതാവിനെ വധിച്ച ആളെ എങ്ങനെയും നശിപ്പിക്കണം എന്ന് തീരുമാനിക്കുകയും അതിനുവേണ്ടി കാശി മഹാക്ഷേത്രം, കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് ശിവനെ തപസ് ചെയ്യുകയും ഉഗ്രമായി തപസ് ചെയ്യുകയും ചെയ്തു. ശിവൻ പ്രത്യക്ഷപ്പെട്ടു, പിതാവിനെ വധിച്ചവനെ നശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ദുഷ്ടന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പോയി. അവൻ ചോദിച്ച വരം കൊടുക്കാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ചില മന്ത്രവിദ്യകളൊക്കെ ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ട് മഹാദേവൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു. അങ്ങനെ അതനുസരിച്ചിട്ട് ചില മാന്ത്രികന്മാരെയൊക്കെ വരുത്തി. എന്നിട്ട് ശത്രുവിനെ സംഹരിക്കുന്നതിന് വേണ്ടി ചില ഹോമങ്ങളൊക്കെ ആരംഭിച്ചു. ഹോമകുണ്ഡത്തിൽ നിന്ന് ജ്വലിക്കുന്ന അഗ്നിയേക്കാൾ തേജസ്സോടു കൂടിയ ഒരു കൃത്തിക ഉയർന്നു വന്നു. തീക്ഷ്ണങ്ങളായ രൂക്ഷ നയനങ്ങളോടും ഘോരമായ പല്ലുകളോടും ദംഷ്ട്രകളോടും ചെമ്പിച്ച മുടികളോടും കറുത്തിരുണ്ട ഭീകര സ്വരൂപത്തോടും നല്ല മൂർച്ചയുള്ള രോമങ്ങളോടും ഭീകരമായ സ്വരൂപത്തോടും നീണ്ടു വളഞ്ഞ മൂർച്ചയുള്ള നഖങ്ങളോടും കൂടിയ ആ ഭയങ്കര പൈശാചിക രൂപിണിയായ കൃത്തിക കയ്യില് നീണ്ട ഒരു ശൂലവും ധരിക്കുകയും ഉഗ്രമായി അലറുകയും ചെയ്തുകൊണ്ട് എങ്ങോട്ടേക്ക് പോകുന്നു? ദ്വാരകയിലേക്ക് പോകുന്നു. ആ ഹോമകുണ്ഡത്തിൽ നിന്നും ഉത്ഭവിച്ച പിശാചാണ് ഈ കൃത്തിക. കൃത്തികയെ കണ്ട് ജനങ്ങളെല്ലാം ഭയപ്പെട്ട് അവര് ഓടി ഒളിച്ചു. ദ്വാരകയിലെ സകല ജനങ്ങളും ഭയപ്പെട്ടു. ഒരു തീഗോളം അടുത്തേക്ക് വരുന്നത് പോലെ എല്ലാവർക്കും തോന്നി. അങ്ങനെ എല്ലാവരും കൂടി എവിടേക്ക് ഓടിയെത്തുന്നു? കൃഷ്ണന്റെ അടുക്കലേക്ക് ഓടിയെത്തുന്നു. ഭഗവാൻ അപ്പോൾ എന്ത് ചെയ്യുകയാണ്? രുക്മിണിയുമായി ചൂത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സമീപത്തിരുന്ന സുദർശനത്തെ തൃക്കൈയിലെടുത്ത് അദ്ദേഹം പുറത്തേക്ക് വിട്ടു. ദ്വാരകയിൽ
അഗ്നിപ്രളയം വഹിച്ചുകൊണ്ട് കൃത്തിക വരുവാനുള്ള കാരണം എന്ത് എന്ന് ആ സമയം കൊണ്ട് കൃഷ്ണന് മനസ്സിലാവുകയും ചെയ്തിരുന്നു. അങ്ങനെ കോടി കോടി സൂര്യന്മാരുടെ പ്രഭയെ വെല്ലുന്ന തേജസ്സോടെ അഷ്ടദിക്കുകളെയും ജ്വലിപ്പിച്ചുകൊണ്ട് കത്തിയെരിഞ്ഞ് ലോകത്തെ അവസാനിപ്പിക്കാൻ ശേഷിയുള്ളതുപോലെ പാഞ്ഞു വരുന്ന സുദർശനത്തിന്റെ ചൂട് സഹിക്കാൻ വയ്യാത്ത കൃത്തിക, അതായത് കൃത്തികയുടെ നേരെ അഗ്നി വഹിച്ചു കൊണ്ടുവരുന്ന ആ സുദർശന ചക്രം, ആ സുദർശന ചക്രത്തിന്റെ ചൂട് സഹിക്കാൻ സാധിക്കാതെ അലറിക്കൊണ്ട് കൃത്തിക ഓടി ഓടി തിരിച്ച് കാശിയിൽ എത്തിച്ചേർന്നു. പുറകെ സുദർശനവും. അങ്ങനെ കൃത്തികയെയും അതുപോലെ തന്നെ സുദക്ഷണനെയും അതുപോലെ ഹോമം ചെയ്തുകൊണ്ടിരുന്ന ഹോത്രികളെയും എല്ലാവരെയും അഗ്നിയിൽ എരിപ്പിച്ചു കളഞ്ഞു. സുദർശനം ചാമ്പലാക്കി കളഞ്ഞു. എന്നിട്ടും സുദർശനത്തിന്റെ അഗ്നി അടങ്ങാതെ കാശി മഹാക്ഷേത്രം ഒഴിച്ചിട്ടുള്ള ബാക്കി മുഴുവൻ വാരണാസിയെയും ദഹിപ്പിച്ചു കളയുകയും ചെയ്തു. എന്നിട്ട് ആ ദിവ്യായുധം ഭഗവാന്റെ തൃക്കരത്തിൽ തന്നെ വന്ന് ചേരുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഇവിടെ അന്യന്മാരെ ദ്രോഹിക്കുവാൻ വേണ്ടി തപസ്സു ചെയ്തു വരം വാങ്ങിയ ആ കാശി രാജാവിൻ്റെ പുത്രന് എന്താണ് സംഭവിച്ചത്? ആ വരം കൊണ്ട് അവൻ തന്നെ നശിച്ചിരിക്കുന്നു. പരമശിവൻ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു വരം ഈ സുദക്ഷണന് നൽകുകയും ചെയ്തത്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ നശിപ്പിക്കുന്നതിന് വേണ്ടി യാതൊരു വിധത്തിലുള്ള പൂജകളോ മന്ത്രങ്ങളോ പ്രാർത്ഥനകളോ ചെയ്യരുത്. മറ്റൊരാൾക്ക് നാശം വരുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് അവനവന് തന്നെ ദോഷമായി തീരും എന്നുള്ള വലിയ സന്ദേശമാണ് ഈ കഥയിലൂടെ ഭഗവാൻ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, നമ്മുടെ സങ്കടം മാറ്റിത്തരുന്നതിന് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഭഗവാൻ വേണ്ടതുപോലെ വേണ്ട സമയത്ത് ചെയ്തു കൊള്ളും. ഭഗവാനെ വിശ്വസിക്കുക, സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.